തിരുവനന്തപുരത്തെ ഇലക്ട്രിക് ബസ്സുകളുടെ സർവീസിൽ നിലവിലെ സാഹചര്യം തുടരും. മേയർ ബി രാജേഷ് ഗതാഗത മന്ത്രി കെ ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായ ഇലക്ട്രിക് ബസ്സുകളുടെ സർവീസ് സംബന്ധിച്ച് മേയറും ഗതാഗത മന്ത്രിയും തമ്മിലുള്ള തർക്കം ശക്തമാകുന്നതിനിടെയായിരുന്നു കൂടിക്കാഴ്ച. എല്ലാ മന്ത്രിമാരുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെന്നും ഇതിന്റെ ഭാഗമായാണ് ഗതാഗത മന്ത്രിയുമായും ചർച്ച നടത്തിയതെന്നും ബി രാജേഷ് പറഞ്ഞു. ബസ്സുകളുടെ റൂട്ടുകളിലടക്കം മേയർ മന്ത്രിയെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ഇരുവരും ചർച്ച നടത്തിയെങ്കിലും കരാർ പാലിക്കുന്നതിലടക്കമുള്ള തർക്കം ഇനിയും പരിഹരിച്ചിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിലെത്തിയതോടെയാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ലഭിച്ച ഇലക്ട്രിക് ബസ്സുകൾ ചർച്ചയായത്. നഗരത്തിലെ ഇടറോഡുകളിലൂടെ ഉൾപ്പെടെ ഓടിയിരുന്ന 113 ബസ്സുകൾ ലാഭകരമല്ലെന്ന് വിലയിരുത്തിയാണ് ഗതാഗത മന്ത്രി ഇടപെട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഓടിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഈ ബസ്സുകൾ ഇനി നഗരത്തിനുള്ളിൽ ഓടിയാൽ മതിയെന്ന് ബി രാജേഷ് നിലപാടെടുത്തതോടെ വിഷയം വിവാദമാവുകയായിരുന്നു. മറ്റു ഡിപ്പോകൾക്ക് നൽകിയ ബസ്സുകൾ ഉടൻ തിരിച്ചെത്തിക്കണമെന്നായിരുന്നു കോർപ്പറേഷന്റെ ആവശ്യം. നഗരത്തിലെ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ സർവീസ് നടത്തേണ്ടതുണ്ടെന്നും ലാഭവിഹിതം കോർപ്പറേഷൻ നൽകുന്നതിൽ വീഴ്ചയുണ്ടെന്നും നേരത്തെ ബി രാജേഷ് വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെ മേയർക്ക് മറുപടിയുമായി ഗതാഗത മന്ത്രി കെ ഗണേഷ് കുമാർ തന്നെ രംഗത്തെത്തുകയായിരുന്നു. കോർപ്പറേഷൻ ആവശ്യപ്പെട്ടാൽ ബസ്സുകൾ 24 മണിക്കൂറിനുള്ളിൽ തിരിച്ചു നൽകുമെന്നായിരുന്നു മന്ത്രിയുടെ നിലപാട്. പകരം ബസ്സുകൾ KSRTC ഇറക്കുമെന്നും കെ ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് ഇലക്ട്രിക് ബസ്സുകൾ നിർത്തിയിടാൻ കോർപ്പറേഷന് ഒരുപാട് സ്ഥലമുണ്ടെന്നും അത്തരത്തിൽ ബസ് തിരിച്ചെടുക്കാൻ ഉദ്ദേശമില്ലെന്നും മേയറും തിരിച്ചടിച്ചിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഇരുവരും തമ്മിൽ ചർച്ച നടത്തിയതും നിലവിലെ സ്ഥിതി തുടരാൻ തീരുമാനമായതും.